പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖല ഇറങ്ങിയ കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായി. നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ പിടികൂടിയിരുന്നു. ഷിജോ കുര്യൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും. ഷിജോ, വിവരങ്ങൾ. കഴിഞ്ഞ കുറേ കാലമായി വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ആളുകളെ ഭീതിയിലായെടുത്ത കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കടുവ ജനവാസ മേഖലയിലടക്കം പട്ടാപ്പകൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ഇന്നും ആ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് വനംവകുപ്പ് സ്ഥാപിച്ച ഈ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുമൊക്കെ ആ കൂടിന് സമീപത്ത് നിന്ന് കടുവയുടെ കൂടിനടുത്ത് നിൽക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ പട്ടാപ്പകൽ ഈ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ അവിടെ ഒരാളുടെ ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും ആ ആടിനെ കടിച്ചുകൊണ്ട് പോയ വഴി ചോരപ്പാടുകൾ ഉള്ള വഴി നാട്ടുകാരും വനംവകുപ്പും ഒക്കെ അവിടെ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആ പിടിച്ചുകൊണ്ട് പോയ ആടിനെ ഉപേക്ഷിച്ച നിലയിൽ കാണുകയും ആ ആടിനെ വനംവകുപ്പിന്റെ കൂട്ടിൽ വെച്ചിട്ട് ഈ പുലിക്ക് കെണിയൊരുക്കുകയും ചെയ്തത്. അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കടുവ ഇപ്പോൾ ഈ കൂട്ടിൽ കുടുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്ത് ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. അത്തരത്തിൽ ആളുകളെ വലിയ തരത്തിൽ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിട്ടുള്ളത്. ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമാണ്. കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ അടക്കം ആ സമീപ പ്രദേശങ്ങളിലെ ഫാമുകളിലുള്ള വളർത്തുമൃഗങ്ങളെ അടക്കം കടുവ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അത് മാത്രവുമല്ല, വടശ്ശേരിക്കര കുമ്പളത്താമണ്ണ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഈ കടുവയും ആനയും കുരങ്ങും അടക്കമുള്ള വന്യമൃഗങ്ങൾ നിത്യേന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ ആളുകൾ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വനംവകുപ്പിലെ RRT സംഘം അവിടെ വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരുമായിട്ട് ചെറിയ തോതിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ തറപ്പിച്ച് പറഞ്ഞിരുന്നു അവിടെ ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയത് കടുവയാണ് എന്നുള്ള കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാർ തറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോഴും അക്കാര്യം സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. കടുവയാണെന്ന് സ്ഥിരീകരിക്കാതെ നമുക്ക് ജാഗ്രത പാലിക്കാം, നിരീക്ഷണം ശക്തമാക്കാം, കൂട് സ്ഥാപിക്കാം എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്തായാലും കൂട് സ്ഥാപിച്ചത് ആശ്വാസകരമായിട്ടുണ്ട്. രാവിലെയോടുകൂടി ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കടുവ കൂട്ടിലായിരിക്കുന്നു. ആ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളടക്കം നമുക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും അങ്ങേയറ്റം ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടുവയുടെ മറ്റു കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങേയറ്റം ആരോഗ്യവാനായിട്ടുള്ള ഒരു കടുവയാണ്. കാരണം നിരവധി വളർത്തുമൃഗങ്ങളെ പിടിച്ച് തിന്നിട്ടുള്ള ഒരു കടുവയാണ്. അങ്ങനെ നിത്യേന ജനവാസ മേഖലയിൽ ഇറങ്ങി അങ്ങേയറ്റം ആശങ്ക പടർത്തുകയും ആളുകൾ അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് വളർത്തുന്ന പശു, ആട് അടക്കമുള്ള മൃഗങ്ങളെ കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്ത കടുവ കൂട്ടിലായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ അല്പസമയത്തിനകം നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനായിട്ട് കഴിയും. കടുവ ഈ കൂട്ടിനകത്ത് അല്പം അക്രമാസക്തനായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഒട്ടും ആശ്വാസകരമായിട്ടുള്ള രീതിയിലല്ല കടുവ ഇതിനകത്ത് ഇരിക്കുന്നത്. ഏത് സമയത്തും ആ കൂട്ടി നിറക്കി വിട്ടാൽ അങ്ങേയറ്റം അവിടെ കാണുന്നവരെല്ലാം ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ശൗര്യത്തോടു കൂടിയാണ് ആ കടുവ കൂട്ടിലിരിക്കുന്നത്. എന്തായാലും വടശ്ശേരിക്കരയിൽ കുമ്പളത്താമണ്ണിൽ കഴിഞ്ഞ ദീർഘനാളായിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കിയ കടുവ കൂട്ടിലായിരിക്കുന്നു. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കുര്യനാണ് വിവരങ്ങൾ നൽകി. വേണമെങ്കിലൊക്കെ കടുവയെ ഒരല്പം ക്ലോസിലൊന്ന് കാണാൻ തോന്നുന്നു. എൻ്റെ ദൃശ്യമാണ് കാണുന്നത്. കൂട്ടിലാക്കപ്പെട്ട ആ പരമ്പരാഗത ചോദ്യമില്ലേ, കടുവ സ്വതേ നരഭോജിയാണോ? നരഭോജി കടുവ തന്നെയാണിത്. അവൻ്റെ ശൗര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. കൂട്ടിലായി പോയതിൻ്റെ അസ്വസ്ഥതയും അമർഷവുമൊക്കെ ആ മുരൾച്ചയിലുണ്ട്. അതുപോലെ കൊല നമ്മുടെ ഈ പിലാത്തറുടെ അഭിപ്രായത്തോട് ആൾ വിയോജിക്കുന്നുണ്ട്. എന്തായാലും ഇത് തന്നെയാണോ ഈ നരഭോജി കടുവെന്ന് അറിയില്ല. അതിനും വനംവകുപ്പ് സ്ഥിരീകരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ ആ കടുവയാണോ ഈ കടുവ എന്നറിയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.